ഹായ് കൂട്ടുകാരെ, ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 തുല്യത മലയാളം പാഠഭാഗം അനർഘ നിമിഷം. എഴുതിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിൻ്റെ അതുല്യ പ്രതിഭയായിട്ടുള്ള ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ എന്ന പേരിൽ തന്നെ അദ്ദേഹം പ്രശസ്തനാണ്. മുഴുവൻ പേര് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ വിരളമായിട്ടുമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾക്കുള്ള പ്രത്യേകത എന്താണ്? പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ തനിമയോടെ അവതരിപ്പിക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം തന്നെ. പക്ഷെ ഈ കഥ എന്ന് പറയുന്നത് എന്താ, അനർഘ നിമിഷം അതിൽ നിന്നൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥയാണ്. തൻ്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച്, ആ വിലപ്പെട്ട നിമിഷം, മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നിമിഷത്തെക്കുറിച്ചിട്ടുള്ള ഒരു രേഖപ്പെടുത്തലാണ് അനർഘ നിമിഷം എന്നുള്ള കൃതി. ആദ്യം നമുക്ക് പാഠാപഗ്രഥനം കേൾക്കാം. അത് കേട്ടതിന് ശേഷം പാഠത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. മനുഷ്യൻ്റെ ജീവിതാന്ത്യ ദർശനങ്ങളാണ് ബഷീർ അനർഘ നിമിഷം എന്ന കഥാഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതാന്ത്യ ദർശനം എന്ന് വെച്ചാൽ മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ആ നിമിഷത്തെ, അല്ലെങ്കിൽ അതിനോടുള്ള ആ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. തൻ്റെ യാത്രയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. കോടാനുകോടി പേർ ജീവിച്ച ലോകത്തു നിന്ന് താനും അപ്രത്യക്ഷനാകുന്ന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്ന ദർശനം ശ്രദ്ധേയമാണ്. പ്രപഞ്ചത്തിൽ ഉള്ളതൊക്കെയും നശ്വരമാണ്, അതായത് നശിച്ചു പോകുന്നതാണ്, ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. അനശ്വരമായത് ഈശ്വരൻ മാത്രം, നാശമില്ലാത്തത്, സ്ഥായിയായിട്ടുള്ളത് ഈശ്വരൻ എന്ന സത്യമാണ്. ആ പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കലാണ് ജീവിതാഭിലാഷം. നമ്മൾ പറയില്ലേ, ഹിന്ദുക്കൾ മോക്ഷം ലഭിക്കുക, ഈശ്വരനിൽ വിലയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര സവിധത്തിൽ നമ്മൾ എത്തിച്ചേരുക എന്ന അർത്ഥത്തിലാണ് മോക്ഷം ലഭിക്കുക. വേർപാടിൻ്റെ ചിന്ത അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. തൻ്റെ വേദന സുഹൃത്തുക്കൾ മനസ്സിലാക്കാത്തതിൽ ബഷീറിന് വേദനയുണ്ട്. അവർ തൻ്റെ അരികിലെത്തി തമാശ പറയാൻ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹം അവരോടൊപ്പം തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നു. ആ ചിരിയിലുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം ആരും അറിയുന്നില്ല. ഒരുവൻ്റെ ജീവിതവും മരണവും അവൻ്റെ മാത്രം കാര്യമാണ്. ഒരുവൻ്റെ മാനസിക നില മനസ്സിലാക്കി അവനോട് പെരുമാറാനും സഹായിക്കാനും സാന്ത്വനിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്തമുള്ളപ്പോഴും കൂട്ടുകാർ പഴയപടി പെരുമാറുന്നതിലുള്ള വേദന ബഷീർ തുറന്നു പറയുന്നു. മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അത് നേരിടേണ്ടത്, അത് ഫേസ് ചെയ്യേണ്ടത് ആ പോകുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് അതിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് കൂട്ടുകാർക്കും ഒക്കെ ബന്ധുക്കൾക്കൊക്കെ സാധിക്കുകയുള്ളൂ. അന്ത്യകാലത്ത് എല്ലാവരും നേരിടേണ്ട വീർപ്പുമുട്ടലാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ഇല്ലായ്മ അപ്രധാനമോ അതിപ്രധാനമോ ആയ സംഭവത്തിനിടയിലുള്ള ഒരവസ്ഥയാണെന്ന് ബഷീർ കരുതുന്നു. ഇന്നലെയിലേക്ക് താൻ പൂർണ്ണമായി ലയിക്കാൻ പോവുകയാണ്. അടുത്ത നിമിഷം മുതൽ താൻ വിസ്മൃതിയിൽ ലയിച്ചു പോയ കോടാനുകോടി ഇന്നലെയുടെ ഭാഗമാവുകയാണ്. പരിചിതരായവർ ഒരുപാട് പേർ പോയി കഴിഞ്ഞു. അവർ എങ്ങോട്ടാണ് പോയതെന്നറിയില്ല. ഓർമ്മ വെറുതെ ആരംഭത്തിൽ ചെന്ന് തൊടുന്നു. അപ്പോൾ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ എത്തിച്ചേരുന്നത് പോലെ ഒരു മുഴക്കം, നാദബ്രഹ്മത്തിൻ്റെ അനന്തമായ വിഭ്രമം. പരമാത്മാവ് ഇക്കാലം അത്രയും തന്നെ അപാര കാരുണ്യത്തോടെ സ്നേഹിച്ചതിൽ കഥാകാരൻ നന്ദി പറയുന്നു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. ഓരോ ജീവിയെയും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും കാരുണ്യവുമാണെന്ന മഹാസത്യവും ബഷീർ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈശ്വര സൃഷ്ടിയിലുള്ളതാണ്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആരായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യ നിമിത്തമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. കാലം ഇത്രയുമായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. അറിയാതെ നിന്നെ ഞാൻ വെറുത്തു. അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? സ്രഷ്ടാവിനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ്റെ നന്ദിയില്ലായ്മയെക്കുറിച്ചും ബഷീറിന് കുറ്റബോധമുണ്ട്. അന്ത്യദിനങ്ങളിലാണല്ലോ മനുഷ്യനിൽ വിവേകം ഉദിക്കുക.
ഭോഗങ്ങളുടെ നടുവിൽ പരമചൈതന്യത്തെ മറക്കുന്നവർ വേദനയുടെയും ദുഃഖത്തിൻ്റെയും കാലത്ത് ആ ചൈതന്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നതിലെ നിരർത്ഥകതയും അർത്ഥമില്ലായ്മയും കുറ്റബോധവും ദർശനമായി ഇവിടെയുണ്ട്. സന്തോഷത്തിൽ അല്ലെങ്കിൽ ആർഭാടത്തിൽ മതിമറന്ന് ജീവിക്കുമ്പോൾ ഈശ്വരനെ മറക്കുന്ന മനുഷ്യൻ്റെ ശീലം, സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഈശ്വരനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യൻ്റെ ആ ഒരു സാർത്ഥത. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ ആ ചെയ്തികളെ, ആ പ്രവൃത്തിയെയാണ് ബഷീറിന് ഇഷ്ടപ്പെടാത്തത്. അത് വളരെ അർത്ഥശൂന്യമായ പ്രവൃത്തിയാണ്. എപ്പോഴും നമുക്ക് എന്താണ് ഈശ്വരനോടുള്ള നന്ദി നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഓരോ ദിനവും പിറക്കുന്നതും ഓരോ ദിനവും അവസാനിക്കുന്നതും നമുക്ക് ഈശ്വരൻ തരുന്ന സമ്മാനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യമാണ്. അത് മനസ്സിലാക്കി ജീവിക്കുന്നവർക്കാണ് ഈശ്വരനെ അറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് പറയുന്നത്, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നത്. ആ ഒരു കാഴ്ചപ്പാടായിരുന്നു ബഷീറിനുള്ളത്. എല്ലായ്പ്പോഴും എങ്ങനെയാണ് ദൈവനിന്ദ എന്ന് പറയുന്നത് ബഷീറിനില്ല. എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? ദൈവത്തോട് നമുക്ക് തന്ന സൗകര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും അതിൽ നന്ദി പറയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് എന്തിനാണ് ഈ കഷ്ടപ്പാട്, എനിക്ക് മാത്രമേ ഉള്ളൂ, ഇതെന്താണിത് എനിക്ക്, അപ്പം നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. സന്തോഷത്തിലാണെങ്കിലോ ദൈവത്തിൻ്റെ ഒരു നാമം പോലും നമ്മൾ ഓർക്കുക പോലുമില്ല. അപ്പോൾ ആ ഒരു വൈപരീത്യമാണ് ബഷീർ ഇവിടെ തൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് അവതരിപ്പിക്കുന്നത്. ഈശ്വരനെ മറന്ന് ഓടിയെങ്കിലും ദൈവം തന്നെ സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്തതിൽ ബഷീർ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള അപരാധബോധവും പരലോകത്തെത്തുമ്പോൾ ഈശ്വരൻ അതെല്ലാം ഓർക്കുമോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. നമുക്ക് പല അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ തെറ്റുകൾ ചെയ്യും അല്ലേ? അതൊക്കെ നമ്മൾ പറയില്ലേ, എന്താണ് നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോവും, ചീത്ത ചെയ്താൽ നരകത്തിൽ പോവും എന്ന് നമ്മുടെ ഒരു സങ്കല്പമുണ്ട്. ആ ഒരു സങ്കല്പം എന്താ? നമ്മൾ നല്ലത് ചെയ്യണം എന്നുള്ള ആ ഒരു ശീലം കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ. അപ്പോൾ ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പറയില്ലേ ഈശ്വരൻ എല്ലാത്തിനും സാക്ഷിയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ അങ്ങ് കണ്ടിട്ടുണ്ടാവില്ലേ, അതൊക്കെ എന്നോട് ചോദ്യം ചെയ്യുമോ, എന്നോട് പൊറുക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയും അല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ പരലോകത്തെത്തുമ്പോൾ ഒരു ആശങ്കയും ഉണ്ട്. ദൈവം തന്നോട് അതിനെപ്പറ്റി ആരായുമോ ചോദിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബഷീർ വളരെ ആശങ്കയോടെയാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. നീയും ഞാനുമായി പരിചയപ്പെട്ടത് എന്നാണ്? പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു. ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഒന്നും ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അജ്ഞത, കാര്യമായി ഒന്നും അറിഞ്ഞില്ല. തൻ്റെ നിസ്സഹായത കഥാകാരൻ തുറന്ന് സമ്മതിക്കുന്നു. തനിക്ക് സംഭവിച്ച തെറ്റുകൾക്കെല്ലാം കാരണം അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. തന്നോട് ക്ഷമിക്കുമെന്നുള്ള യാചന ഇവിടെയുണ്ട്. അറിയാതെ ചെയ്ത തെറ്റുകളാണ്, അത് ദൈവം പൊറുക്കുന്നാണ് പറയുക. എപ്പോഴും നമ്മൾ അറിയാതെ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ട് അയ്യോ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്നുള്ള തെറ്റുകളല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അജ്ഞത കൊണ്ടുണ്ടാകുന്ന തെറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. നീ മാത്രം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷങ്ങളാണ് ജീവിതം എന്നും മറന്നുകൂടാ. പിന്നെ അതിന് മുമ്പ് ഇടയ്ക്കൊരു വരി വിട്ടുപോയി. എന്താണത്? തന്നോട് ക്ഷമിക്കുമെന്നുള്ള യാചന ഇവിടെയുണ്ട്. യാത്രയ്ക്കുള്ള സമയമായി. അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷങ്ങളാണ് ജീവിതമെന്ന് മറന്നുകൂടാ. വിലപ്പെട്ട നിമിഷങ്ങളാണ് ആ മരണത്തോടടുക്കുന്ന നിമിഷം, ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നിമിഷം. അന്ത്യനാളുകളിൽ ഏതു മനുഷ്യനിലും സംഭവിക്കാവുന്ന ചിന്തകളാണ് കഥ വിനിമയം ചെയ്യുന്നത്. പരമാത്മാവിൽ വിലയം പ്രാപിക്കാൻ ജീവാത്മാവിനെ സജ്ജമാക്കാൻ ഓരോരുത്തരും നിർബന്ധിതരാവും. മനുഷ്യ ജീവിത ദർശനങ്ങളിൽ കാലം വരുത്തുന്ന മാറ്റം ശ്രദ്ധേയമാണ്. അന്ത്യകാലം പക്വചിന്തയുടെ കാലം കൂടിയാണല്ലോ. കഥാഭാഗത്തിലെ യാത്ര അന്ത്യയാത്രയാണ്. ആകുലപ്പെടുന്ന ചിന്തകൾ ആ മുഹൂർത്തത്തിൻ്റെ അനിവാര്യതയാണ്. ഭൂതകാലത്തിൻ്റെ ഭാഗമാകാൻ നിർബന്ധിക്കപ്പെടുന്ന വർത്തമാനകാലത്തിൻ്റെ ചിന്ത ഇവിടെയുണ്ട്. നമ്മൾ ഭൂതത്തിലേക്ക് മറഞ്ഞു പോവുകയാണ്. ഈ വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് മറഞ്ഞു പോവുകയാണ്. അതായത് അങ്ങനെ ഒരാളോട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ?
ആകുലപ്പെടുന്ന ചിന്തകൾ ആ മുഹൂർത്തത്തിൽ മനുഷ്യനെ അലട്ടുമെന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്തൊരു സത്യമാണ്. അതുമാത്രമല്ല, ഈ പക്വത എന്ന് പറയുന്നത് അന്ത്യകാലത്താണ് പല കാര്യങ്ങളും തിരിച്ചറിയുന്നത്. നമ്മൾ വയസ്സായിട്ട് അല്ലെങ്കിൽ നമുക്ക് വാർദ്ധക്യത്തിൽ സഹജമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ച് കഴിയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരാലൊക്കെ തിരസ്കരിക്കപ്പെട്ട് കഴിയുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ചെയ്ത തെറ്റിൻ്റെയും ശരിയുടെയും ഒരു തുലനം നമ്മളൊന്ന് അളന്ന് നോക്കും. എന്തൊക്കെയാണ് കടന്ന് പോകുന്ന വഴികൾ, എന്തൊക്കെയാണ് നമ്മൾ പിന്നിട്ട വഴികൾ, അതിൽ എന്തൊക്കെ സംഭവങ്ങൾ, അതിൽ തനിക്ക് തെറ്റ് പറ്റിയോ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു പുനർവിചിന്തനം ചെയ്യുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ വാർദ്ധക്യകാലം. അത് തീർത്തും പക്വതയുടെ കാലമാണെന്നാണ് പറയുന്നത്. നേരത്തെ ബഷീർ പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ടാണ് പല തെറ്റുകളും ചെയ്തത്, അതിനെ എന്നോട് പൊറുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷം ഞാൻ വളരെ പക്വമതിയാണ്, ആ മുഹൂർത്തത്തെ സ്വീകരിക്കാനുള്ള പാകത ഞാൻ നേടിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. സൂഫി വൈദ്യന്മാരുമായുള്ള സമ്പർക്കം ബഷീറിൻ്റെ ചിന്തയിലും ദർശനത്തിലും വരുത്തിയ മിസ്റ്റിക് സ്വഭാവം കഥയിൽ പ്രകടമാണ്. ആത്മസംസ്കരണ മുറകൾ സ്വായത്തമാക്കി, അതായത് നമ്മളെ തന്നെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക, നമ്മുടെ പോരായ്മകളെയും തെറ്റിനെയും ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുക. മാനസികമായിട്ട് പുറത്തെ എക്സ്റ്റേണലായിട്ടുള്ള അപ്പിയറൻസ് അല്ല, പുറമേക്കുള്ള കാഴ്ചപ്പാടല്ല, മാനസികമായിട്ടുള്ള ഒരു സംസ്കരണം നമ്മൾ സ്വായത്തമാക്കാൻ പലവിധ ഘട്ടങ്ങളിലൂടെ ആത്മീയമായ ഉന്നത പദവിയിലേക്ക് എത്തി ദൈവിക സത്തയിൽ ലയിക്കാമെന്നതാണ് സൂഫി വിശ്വാസം. ഇസ്ലാം മതത്തിലെ യോഗാത്മക ആത്മീയ ധാരയാണ് സൂഫി മാർഗം, അതായത് സൂഫിസം. ഇത് അനുഷ്ഠിക്കുന്നവരെയാണ് സൂഫികൾ എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നതും അല്ലെങ്കിൽ ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുന്നവരുമാണ് സൂഫികൾ. ഇനി മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധാരണമായ അനുഭവങ്ങളും മാനസികാവസ്ഥകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു വിശ്വാസം, ഒരു കാഴ്ചപ്പാടിനെയാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. അതായത് ഇതിന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ വളരെ സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അനന്തമായ, എൻഡിങ് ഇല്ലാത്ത, അവസാനമില്ലാത്ത ദൈവവുമായിട്ടുള്ള ഐക്യം, അതായത് പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് ചെന്നെത്തിപ്പെടാനുള്ള ഒരു യാത്രയാണ് ഈ പറഞ്ഞത്. എത്തിച്ചേരേണ്ട ലോകം ശാശ്വതമാണെന്ന് ചിന്തിച്ചുറപ്പിച്ച് സമാധാനത്തോടെ മരണത്തെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. ഇതാണ് ബഷീർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതായത് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ ചെന്നാൽ നമുക്ക് ഒന്നിനെപ്പറ്റിയും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ശാശ്വതമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മോക്ഷം കിട്ടിയാണ് നമ്മൾ പോകുന്നത്. ആത്മാവ് ഈശ്വരനിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് അത് വളരെ സന്തോഷപ്രദമായ ഒരു സമാധാനമുള്ളൊരു നിമിഷമാണെന്ന് മനസ്സിലാക്കി മരണത്തെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു അനുഭൂതിയായിരിക്കും. അത് വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ് ബഷീർ ഇതിലൂടെ, ഈ അനർഘ നിമിഷം എന്ന കൃതിയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് നൈസർഗിക അനുഭൂതികളിൽ നിന്നുള്ള മോചനം ജീവിതത്തെ എന്ന പോലെ മരണത്തെയും അനർഘ നിമിഷമാണ്. ഈ കഥ വായിക്കാം. അനർഘ നിമിഷം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. ഈ വരികളൊക്കെ പ്രധാനമാണ്. താഴെ വരുന്ന ചോദ്യങ്ങളിലൊക്കെ ഈ വരികളുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അതുപോലെ തന്നെ അത് കേട്ടതിന് ശേഷം പാഠഭാഗത്ത് വരുന്ന അവധാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളൊക്കെയുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ചെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേപ്പടി അവർ എൻ്റെ അടുത്ത് വരുന്നു. പണ്ടത്തെ പോലെ തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു. അവരോടൊപ്പം ചിരിക്കുന്നു. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു. ഇല്ലായ്മ വളരെ ശൂന്യമായിട്ടാണ്, ആ ശൂന്യതയിലേക്കാണ് പോകുന്നത്. അപ്രധാനമായൊരു സംഭവം അതോ അതിപ്രധാനമായതോ? എന്തോ ഉണ്ടായി, അതാണോ പ്രധാനം? എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ. അതായത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള അനർഘ നിമിഷം നേരത്തെ പറഞ്ഞല്ലോ. വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം. വർത്തമാനകാലത്ത് നിന്ന് ഭൂതകാലത്തിലേക്ക് കഴിഞ്ഞു പോയി അല്ലേ?
അങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ പറയുന്നൊരവസ്ഥയിലേക്ക്, ഭൂതകാലത്തിലേക്ക് മൺമറഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന്, യുഗങ്ങൾ, മന്വന്തരങ്ങൾ, അനന്തമായ ശാശ്വതമായ ഇന്നലെയിൽ യാത്ര പറയുകയാണ്. കഴിഞ്ഞു, ഇല്ല, കഴിയാൻ പോകുന്നു. അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചു പോയ കോടാനുകോടി ഇന്നലെയിൽ പരിചിതരായവർ ഒരുപാട് പേർ പോയി കഴിഞ്ഞു. അവരെങ്ങോട്ടാണാവോ പോയത്? എനിക്ക് മുമ്പേ പോയ അനന്തകോടി. ഓർമ്മ വെറുതെ ആരംഭത്തെ ചെന്ന് തൊടുന്നു. ആരംഭം എവിടെയാണ് തുടക്കം? അതും കിട്ടുന്നില്ല. അപാരതയുടെ അദ്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ ദാ ഒരു മുഴക്കം. നാദബ്രഹ്മത്തിൻ്റെ അനന്തമനന്തമായ വിഭ്രമം. ശ്രദ്ധിക്കുന്നുണ്ടോ? കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. നമ്മുടെ ഓരോ ചലനങ്ങളും ചിന്തകളും ഈശ്വരൻ അറിയുന്നു എന്ന് ഈ പ്രപഞ്ചത്തിലുള്ള ഈ കോടാനുകോടി ജീവികളുടെ. പക്ഷേ ഈശ്വരനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യമാണ് എന്നാണ് ബഷീർ പറയുന്നത് ഈശ്വരനെ. കാലം ഇത്രയുമായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, സഹിച്ചു. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? ഞാൻ പോകുകയാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നീയും ഞാനുമായി പരിചയപ്പെട്ടതെന്നാണ്? പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു. ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും അറിഞ്ഞില്ല. വന്നതുപോലെ തന്നെ ഞാൻ തിരികെ പോകുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. പാഠാപഗ്രഥനം വായിച്ചതിന് ശേഷം പാഠം വായിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പാഠാപഗ്രഥനം വായിക്കുക, എഴുത്തുകാരനെ പറ്റി വായിക്കുക, പാഠം വായിക്കുക. അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾക്ക് മറന്നുപോവില്ല. അപ്പോൾ ആ രീതിയിൽ വേണം പഠിക്കാൻ. പാഠം വായിച്ചിട്ട് മനസ്സിലായില്ല എങ്കിൽ അതിൻ്റെ ആ പാഠാപഗ്രഥനം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിക്കുക. അത് നന്നായി ശ്രദ്ധിച്ച് വായിക്കുക. അതിനുശേഷം പാഠം വായിക്കുക. എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് സ്വന്തമാണ്. അപ്പോൾ കൂട്ടുകാരെന്ത് വേണം? പാഠഭാഗം വായിക്കുന്നതും പറഞ്ഞു തരുന്നതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈവശമുള്ള ബാക്കി പഠന സഹായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഉത്തരം എഴുതാനും അത് മനസ്സിൽ വായിച്ചുറപ്പിക്കാനൊക്കെ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാ ചോദ്യത്തിനും ഉത്തരം ഭംഗിയായിട്ട് എഴുതാനും മാർക്കൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. യാതൊരു സംശയവും വേണ്ട. വീണ്ടും ആവർത്തിച്ച് വായിക്കുക. അത് മാത്രമാണ് നന്നായി പരീക്ഷ എഴുതാനുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതാനുള്ള നേരായ വഴി അത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളോടൊപ്പം ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹത്തോടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.